ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നും പാടത്ത് കൂടെയുള്ള യാത്രയിലാണ്. കണ്ട നെല്ലൊക്കെ കൊയ്യാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ ഇല്ലേ, ഒരു 30 കൊല്ലം മുന്നേ 30 കൊല്ലം മുന്നേ വരെയൊക്കെ കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷം കേട്ടോ. പ്രത്യേകിച്ച് ഈ മകരക്കൊയ്ത്താവുമ്പോൾ രണ്ടാമത്തെ വിളവെടുപ്പ്. അങ്ങനെ മകരക്കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണാവോ. രണ്ടാമത്തെ വിളവെടുപ്പ്. ഇപ്പോൾ ആദ്യ വിളവെടുപ്പ് ഇപ്പം ഇല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഓണത്തിനൊരു കൊയ്ത്തുണ്ട്, അതേപോലെ ഈ ക്രിസ്മസ് സമയത്തൊരു കൊയ്ത്തുണ്ട്. അതിനാണ് ക്രിസ്മസ് സമയത്തുള്ള കൊയ്ത്തിനാണ് മകരക്കൊയ്ത്ത് എന്ന് പറയുന്നത്. അങ്ങനെ പാടം കണ്ട മകരക്കൊയ്ത്തിന് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. ഈ പൂക്കൾ നോക്ക്, ഞാനൊരിക്കൽ കാണിച്ചെന്നുണ്ടായിരുന്നില്ലേ ഇങ്ങനത്തെ പൂക്കൾ. ഇപ്പം അത് തെരുവിൽ എത്ര മനോഹരമായിട്ടാണ് പൂത്ത് നിൽക്കണമെന്ന വിചാരം. എന്ത് സ്റ്റൈലായിട്ട് നിൽക്കണമെന്നറിയോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ പനിച്ചോത്ത് അപ്പുറത്തുണ്ട്. പനിച്ചോത്ത് ഞാൻ ഒരിക്കൽ കാണിച്ചു തന്നതല്ലേ, അതാണ് പനിച്ചോത്ത്. പിന്നെ മകരക്കൊയ്ത്തായ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അന്നൊക്കെ. കാരണം ഉമ്മമാർ കൊയ്യാൻ പോവും, ഞങ്ങൾ കറ്റെട്ടാൻ കുട്ടികളൊക്കെ കറ്റെട്ടാൻ പോവും. അപ്പോൾ പാടത്ത് വെച്ചിട്ട് ചോറ് വയ്ക്കുക, കഞ്ഞി ഉണ്ടാവും. ചില വീട്ടിൽ കഞ്ഞിയാവും, ചില വീട്ടിൽ ചോറാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാടത്ത് വെയിലത്തിരുന്നിട്ട് ഈ കാറ്റും കൊണ്ടിട്ട് അത് കുടിക്കുക, കഴിക്കുക. അതൊക്കെ ഒരു രസമായിരുന്നു. അതൊരു കാലം, അതൊന്നും ഇനി വരില്ല. അതൊന്നും ഇനി വരാൻ പോണില്ല. അതൊന്നൊക്കെ നഷ്ടസ്വപ്നങ്ങൾ അങ്ങനെയൊക്കെ പറയില്ലേ, അതൊന്നും ഇനി ഒരിക്കലും വരില്ല കേട്ടോ. ആ കാലമൊന്നും. അതൊക്കെ ഓർത്താലേ ഭയങ്കര വിഷമവും തോന്നൂട്ടാ, സന്തോഷവും തോന്നൂട്ടാ. ഇനി വരില്ലല്ലോ, അങ്ങനെ ഒരു കാലം ഇനി വരില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷവും തോന്നും കേട്ടോ. ഈ മകരക്കൊയ്ത്തിന് ഉള്ളൊരു പ്രത്യേകത എന്താണെന്നറിയോ, മകരത്തിലാണ് തോന നെല്ല് കിട്ടുക, അധികം നെല്ല് കിട്ടുക. കൊയ്യണവർക്കും കൃഷി പണിതവർക്കും ഒക്കെ അധികം നെല്ല് കിട്ടുക ഈ മകരക്കൊയ്ത്ത് കാലത്താണ്. അപ്പോൾ മകരത്തിൽ കൊയ്ത്ത് കഴിഞ്ഞാൽ 6 മാസം ചോറ് തിന്നാനുള്ള നെല്ലൊക്കെ നമുക്ക് ഈ കൊയ്യാൻ പോയവർക്ക് കിട്ടും. അപ്പോൾ ആ 6 മാസത്തേക്ക് സമൃദ്ധിയായിട്ട് പട്ടിണി ഇല്ലാതെ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാം. പിന്നെ അതാണ് കേട്ടോ ഒന്നാമത്തെ പ്രത്യേകത. പിന്നെ അന്നൊക്കെ വലിയ കുട്ടിയാവുക, ഇന്ന് പറയും വലിയ കുട്ടിയാവുക, അന്ന് പറയും പ്രായപൂർത്തിയാവുക, പ്രായം തികയാന്നൊക്കെ പറയും. അപ്പം അന്നൊക്കെ പഴയ തള്ളാർ ഈ പ്രായപൂർത്തിയാവാനായിട്ട് ഇങ്ങനെ 12, 13 വയസ്സായിട്ട് ഇങ്ങനെ നിൽക്കണ കുട്ടികളോട് പറയും, ആ മകരക്കൊയ്ത്താണ് കഴിഞ്ഞോട്ടെ മോളെ, നെല്ലും ചാക്കും പുറത്തിരിക്കുക, നെല്ലും ചാക്കിൻ്റെ മേലെ ഇരിക്കാന്ന് പറയും. പ്രായപൂർത്തിയായിട്ട് 7 ദിവസം 14 ദിവസമൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ നെല്ലും ചാക്കിൻ്റെ മേലെ ഇരിക്കുക, മകരക്കൊയ്ത്താണ്ട് കഴിഞ്ഞോട്ടെ എന്ന് പറയും. അങ്ങനത്തെ ഒക്കെ ഒരു കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ ഒക്കെ പോയി, അതൊക്കെ ഓർമ്മകളായി. നൊസ്റ്റാൾജിയ, പഴയ കാല ഓർമ്മകളായി. പിന്നെ പറയാൻ വന്നൊരു ചർച്ചാ വിഷയം എന്താ വെച്ചാൽ, ചർച്ചാ വിഷയമല്ല, ഇന്നത്തെ സംസാര വിഷയം ഹാഷിമിയും പിന്നെ രാഹുലും കൂടിയിട്ട് ഭയങ്കര വാക്ക് തർക്കം കണ്ട്. എന്തിനാണെന്നറിയോ, ഹാഷിമി അല്പവസ്ത്രധാരണത്തെ അനുകൂലിച്ചു, രാഹുൽ അതിനെ എതിർത്തുമാണ് സംസാരം. അപ്പോൾ
കഴിഞ്ഞതിന് പിറ്റന്നാളാണ് തോന്നുന്നു ഒരു 13 വയസ്സായ പെൺകുട്ടീനെ 64 പേര് കൂടി ചേർന്ന് 3 വർഷമായിട്ട് പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാർത്ത ആ ചാനലിൽ തന്നെ വന്നു. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അത്. അപ്പം ഞാൻ പറയണത് എന്താണെന്നറിയോ, ഈ അല്പവസ്ത്രം ഇട്ട് ധരിച്ച് നടക്കുന്ന ആൾക്കാരില്ലേ, അല്പവസ്ത്രം ധരിച്ച് നടക്കുന്ന ആൾക്കാർ 75 ലക്ഷം രൂപയുടെ കാറിലും ഒരു 10-15 ആനക്കാല് പോലെ ഉള്ള തടിയന്മാരെ ബോഡി ഗാർഡൊക്കെ ആക്കി കൊണ്ട് നടന്നിട്ട് ആണ് അവർ ഈ നടക്കുന്നത്, ഈ അല്പവസ്ത്രം ധരിച്ച് നടക്കുന്നത്. പക്ഷെ അതൊക്കെ കണ്ടിട്ട് കണ്ണിലൂടെ സെക്ഷുവാലിറ്റി വരുന്ന ആൾക്കാർ, ആണുങ്ങളെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്, ആണുങ്ങളെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. കണ്ണിലൂടെയാണ് സെക്ഷുവാലിറ്റി എന്ന് പറയും. കണ്ണിലൂടെ സെക്സ് വരുന്ന ആ ഒരു ഇത് വരുന്ന ആൾക്കാരുണ്ടല്ലോ, ആണുങ്ങൾക്കാണ് അങ്ങനെ വരുന്നതെന്നാണ് അവർ പറയണത്, രാഹുൽ പറയുന്നത്. അത് ചിലപ്പോൾ 100% ശരിയാവും. അപ്പോൾ അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ അല്പവസ്ത്രം ധരിച്ചിട്ട് 75 ലക്ഷം രൂപയുടെ കാറിൽ പോണ്, ഒരു 10 പേര് പിന്നെ ബോഡി ഗാർഡൊക്കെ ആയിട്ട് പോണതൊക്കെ കണ്ട് പൊതുജന മധ്യത്തിൽ വന്നിട്ട് അവരെന്തിനാണോ വന്നിച്ചെങ്കിൽ ആ കാര്യങ്ങൾ നിറവേറ്റി അവരതേപോലെ സേഫായിട്ട് അവരെ വീട്ടിൽ പോകണം. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഇളകുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാർക്ക് കയ്യിൽ കിട്ടണത് ആരെ? ഈ സാധാരണക്കാരൻ അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർ, ഈ ചെറിയ പെൺകുട്ടികളെ, കുഞ്ഞ് മക്കളെ തന്നെയാണ് ഇവരുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ അവർക്ക് അവിടെ അത് വന്നു കഴിഞ്ഞ് പിന്നെ അത് അവിടെ വയസ്സായതാണോ കുട്ടിയാണോ ഒന്നും, ആ കുട്ടി അല്ലെങ്കിൽ കേസ് വരുമോ, ബുദ്ധിമുട്ട് വരുമോ, വിഷമങ്ങൾ വരുമോ, ആ കുട്ടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മരിക്കുമോ, അതൊന്നും അവർക്കവിടെ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ പീഡനം നടന്നു എന്നുള്ളതാകണം. അപ്പോൾ അവരെ കയ്യിൽ കിട്ടിയതാരാ? ഇവർ വന്ന് ഇളക്കി വിട്ടിട്ട്, ഈ തേനീച്ചക്കൂടെ ഇളക്കിയിട്ട് പരുന്ത് വന്നിട്ട് കടന്നലും കൂടെ ഇളക്കി പോണ പോലെ. പരുന്തിനൊന്നും പറ്റില്ല, പറ്റണതാർക്കാ? അതിൻ്റെ കഷ്ടകാലത്തിന് അതിൻ്റെ അടുത്ത് കൂടെ പോയ ആൾക്കാർക്ക് ആരെങ്കിലും ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ അവസ്ഥയും. ഈ അല്പവസ്ത്രം ധരിച്ചിട്ട് ജനങ്ങളെ ഇളക്കിയിട്ടിട്ട് അവർ ഭയങ്കര അംബാസഡർ, വലിയ ഓടി കാറിലൊക്കെ കയറിയിട്ട് അവരാണ്ട് പോവും. ഇതിന് ഇരയാവണത് ആരെന്നറിയോ? ഈ കുഞ്ഞു മക്കളാണ്, അല്ലെങ്കിൽ നിർധനരായ ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഈ വാർത്താ ചാനലിരുന്നിട്ട് പൊതുജന മധ്യത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ഹാഷിമിനെ പോലെ, അതല്ലെങ്കിൽ അരുൺ സാറിനെ പോലുള്ള ആൾക്കാർ പറയുമ്പോൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറയാം. ഈ പെണ്ണുങ്ങൾ മാന്യമായിട്ട് തന്നെ വസ്ത്രം ധരിക്കണം എന്ന് തന്നെയാണ് എല്ലാ പെണ്ണുങ്ങളുടെയും അഭിപ്രായം. അതായത് അവരോട് സംഭവിച്ചാൽ എനിക്കെന്താ കുഴപ്പം എന്നുള്ള ആ ഒരു നിലപാട് ഉണ്ട്. അത് എനിക്കിഷ്ടമുള്ള പോലെ നടന്നാൽ അവനക്കെന്താ കുഴപ്പം, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള പോലെ ജീവിച്ചാൽ മറ്റവർക്ക് എന്താ കുഴപ്പം, അങ്ങനെ ചോദിക്കരുത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ അത് എന്തെങ്കിലും ചെറിയതായൊരു ബുദ്ധിമുട്ട് നമ്മുടെ അയൽക്കാർക്കോ നമ്മുടെ കുടുംബത്തിനൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു പക്ഷേ അവരത് പറയില്ല. കാരണം അവിടെ പറയാനുള്ള ഓപ്ഷനില്ല. അവനകത്ത് കാശുണ്ട്, അവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്, അവരതേപോലെ ജീവിക്കുന്നത്. അതിനിപ്പോൾ നമ്മളെന്താ അഭിപ്രായം പറയണത്? പക്ഷെ നമുക്ക് എന്തെങ്കിലും അയൽക്കാർക്കോ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ മറ്റ് റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ കാണുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ടാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ, പക്ഷേ ഈ വസ്ത്രധാരണം അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ഇങ്ങനെയുള്ള വസ്ത്രധാരണങ്ങൾ, അതായത് പിന്നെ ഈ അല്പവസ്ത്രമൊക്കെ ഇട്ടിട്ട് അവരവരെ വീട്ടിലിരിക്കുക, അവരെ ഇഷ്ടത്തിനുള്ള വസ്ത്രം ധരിച്ചിട്ട് അവരവരെ വീട്ടിലിരിക്കുക. പുറത്തിറങ്ങുമ്പോൾ
ഞങ്ങൾ മാത്രമല്ല ഈ ലോകത്ത് പല മനുഷ്യരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് പുറത്തിറങ്ങാം. അതാണ് സ്ത്രീകൾ ഒരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്കും സ്ത്രീകളുടെ മൊത്തം അഭിപ്രായം അങ്ങനെ തന്നെയാണ്. അത് ആഷിമും പിന്നെ അരുൺ സാർ അവരൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഓക്കെ.